ചില ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. പക്ഷേ അത് 10 മിനിറ്റ് കൊണ്ടോ അരമണിക്കൂർ കൊണ്ടോ പറഞ്ഞ് വേഗത്തിലൊരു മെസ്സേജ് പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചാൽ അത് ആർക്കും പ്രയോജനമില്ലാതായി പോകും. എങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ, കർത്താവ് തന്ന ദൈവിക ആലോചനയ്ക്ക് അതിൻ്റെതായ ഗാംഭീര്യവും അതിൻ്റെതായ ശക്തിയും അതിൻ്റെതായ വിടുതലുകളും ആ പ്രസംഗ സമയത്ത് നടക്കണം. സ്തോത്രം. ഒരു ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ആ ദൈവവചന ശുശ്രൂഷയിൽ എന്ത് നടക്കണം? ഒരു വിടുതൽ നടക്കണം. സ്തോത്രം. അതാണ് നമ്മുടെ പ്രാർത്ഥന. സ്തോത്രം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ നോക്കട്ടെ, ഇതിന് ശേഷമുള്ള സമയങ്ങളിലും പിന്നീട് ഇതിനെ വിഷയത്തെ ഒന്ന് തൊടുവാൻ ആഗ്രഹമുണ്ട്. കർത്താവ് തരുന്ന നിയോഗമനുസരിച്ച് അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞ് ഞാൻ ഇന്ന് പകൽക്കാലം ദിവസം ഇരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന തിരുവചനത്തിലുടനീളം നമുക്ക് കല്ലുകളെക്കുറിച്ച് കാണുവാൻ കഴിയും. കല്ല്, സ്റ്റോണിനെ കുറിച്ച് കാണുവാൻ കഴിയും. കർത്താവ് പറഞ്ഞു, ഈ കല്ല് നിനക്ക് ഒരടയാളമായിരിക്കും. ഇന്നത്തെ ചിന്താവിഷയം ഇതാണ്. ഈ കല്ല് നിനക്ക് ഒരു അടയാളമായിരിക്കും. ഈ കല്ല് നിനക്കൊരു അടയാളമായിരിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തള്ളിക്കളഞ്ഞ കല്ല് എന്ത് ചെയ്തു? മനുഷ്യൻ തള്ളിക്കളഞ്ഞ കല്ല് എന്തായി മാറി? മൂലക്കല്ലായി മാറി. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ അടുത്ത 10-15 മിനിറ്റിൽ നമ്മളൊരു കല്ലെടുത്ത് നാട്ടണം. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മളൊരു പുതിയ സീസണിലേക്ക് പ്രവേശിക്കാൻ പോകുക. കഴിഞ്ഞ ഒരു വർഷം യഹോവ നമ്മളെ നടത്തി, യഹോവ നമ്മളെ പരിപാലിച്ചു, ദൈവം നമുക്ക് വലിയവ ചെയ്തു, ഒക്കെ ചെയ്തിട്ട് ഇത് പിന്നീട് എന്ത് ചെയ്യണമെന്നറിയാമോ? പിന്നീട് നമ്മളൊരു കല്ല് വെക്കാതെ പോയാൽ, അല്ലെങ്കിൽ ഒരു കല്ല് അടയാളമായി വെക്കാതെ പോയാൽ വരും തലമുറകൾക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് പല തലമുറകളും ദൈവത്തെ ആരാധിക്കാതിരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ മാതാപിതാക്കന്മാർ ആരാധിച്ചതുപോലാണോ നമ്മൾ ആരാധിക്കുന്നത്? അവർ പ്രാർത്ഥിച്ചതിൻ്റെ അത്രയും നമ്മൾ പ്രാർത്ഥിക്കുമോ? അവർ ഉപവസിച്ചതിൻ്റെ അത്രയും നമ്മൾ ഉപവസിക്കുമോ? അവർ ദൈവത്തിന് വേണ്ടി നിന്നതുപോലെ നമ്മൾ നിൽക്കുമോ? ചിന്തിച്ചു നോക്കിയേ. എന്തുകൊണ്ടാ? ഈ കല്ലിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് യോശുവയുടെ പുസ്തകത്തിൽ പറയുന്നു, പ്രത്യേകിച്ച് യോർദാൻ കടന്ന് മിസ്പയിലേക്ക് എത്തിയപ്പോൾ എന്താ പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾ കല്ലെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. വേറെ ഒന്ന് വെള്ളം കോരിക്കൊണ്ട് വരാനല്ല പറഞ്ഞേ. യോർദാൻ്റെ വെള്ളം കോരിക്കൊണ്ട് വരാനല്ല പറഞ്ഞത്, യോർദാൻ്റെ നടുക്കുന്ന കല്ലെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. കാരണം ഒരു കുഴഞ്ഞ അനുഭവത്തിൽ നിന്ന് എന്ത് ചെയ്യായിരുന്നു? ഞങ്ങളെ ഉറച്ചു നിർത്തി. സ്തോത്രം. അതെന്ത് ചെയ്യണം? ഞങ്ങൾ നിന്നതല്ല, ദൈവം ഞങ്ങളെ നിർത്തിയതാ. ഹല്ലേലൂയ. പ്രാണനെ അപകരിക്കുവാൻ തക്കവണ്ണം കുത്തൊഴുകിയ ചെങ്കടലിന്റെ മുമ്പിൽ നിന്ന്, യോർദാന്റെ മുമ്പിൽ നിന്ന് ഹല്ലേലൂയ പെട്ടകവും എടുത്ത് പ്രമാണത്തിന് വേണ്ടി നിന്നത് കൊണ്ട് ഹല്ലേലൂയ ഒരു തലമുറ മറുകര കടന്ന അടയാളമാണ് ഈ കല്ല്. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മൾ ഇക്കരെ കടന്നല്ലോ. ഇക്കരെ കടന്നതിന് വേണ്ടി ആരൊക്കെയോ കുഴഞ്ഞ ചേറ്റിൽ ഉറച്ചു നിന്ന് അവരെടുത്തു വെച്ചൊരു കല്ലുണ്ട്. ഹല്ലേലൂയ. ആ കല്ലാണ് ഹല്ലേലൂയ നമ്മളെന്ത് ചെയ്തത്? ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ദൈവമക്കൾ എല്ലാവരും ഈ ആരാധന കഴിഞ്ഞ് ഹല്ലേലൂയ ഭവനത്തിൽ പോകുന്നതിന് മുമ്പ് ഒരു കല്ല് നാട്ടണം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കല്ലെടുത്ത് നാട്ടിയിട്ട് പറയണം, ഇത് യഹോവ ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു എന്ന് പറയത്തക്ക നിലവാരത്തിൽ ദൈവം ചെയ്യണം. നമുക്കറിയാം പഴയ നിയമത്തിൽ അനേക സ്ഥലങ്ങളിൽ ഹല്ലേലൂയ പ്രത്യേകിച്ച് 4 കല്ലുകളെ കുറിച്ചാണ് ചിന്തിക്കുവാൻ ആഗ്രഹിച്ചു വന്നത്. ഒരു കല്ലിനെ കുറിച്ചെങ്കിലും ഇന്ന് പകൽക്കാലം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ അതിൻ്റെ 28-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, സ്തോത്രം, ഉൽപ്പത്തി 28-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം വായിച്ചാട്ട്. യാക്കോബ് യാക്കോബ് അധികാലത്ത് എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി. ഇന്ന് രാവിലെ ഞാൻ ഈ ശബ്ദം കേട്ടുകൊണ്ടാണ് എഴുന്നേക്കുന്നത്. എന്തോന്നറിയാമോ? ഈ വചനം ധ്യാനിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി കിടന്നതെങ്കിലും രാവിലെ എഴുന്നേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിച്ചു. അത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരാൾ വിളിച്ച് അദ്ദേഹത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇന്നലകളിൽ പരിവരുത്തതായ ഉറങ്ങുവാൻ കഴിയാത്ത വിഷയങ്ങൾ, അല്ലെങ്കിൽ ഉറങ്ങുവാൻ കഴിയാത്ത അനുഭവത്തിൽ വാതിലുകൾ അടയപ്പെട്ടപ്പോൾ എല്ലാ പ്രതീക്ഷകളും വാഗ്ദത്തമേറെ ഉണ്ടെങ്കിലും അതൊന്നും കാണുവാൻ കഴിയാത്തതുപോലെ, അതൊന്നും വെളിപ്പെട്ട് വരാത്തതുപോലെ, അതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് ചോദിക്കുന്നത് പോലെ ഒരു ബേർശേബ മരുഭൂമിയുടെ അനുഭവത്തിൽ ഹല്ലേലൂയ വചനം പറയുന്നു, അവിടെ എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു, എല്ലാവിടവും ഇരുട്ടോ
ഹല്ലേലൂയ മറയിടുന്നത് പോലെ, ഇരുട്ട് മറയുന്നത് പോലെ, എവിടൊക്കെയോ മുന്നോട്ടുള്ള ഗമനത്തെ കാണുവാൻ കഴിയാത്തതുപോലെ യാക്കോബ് നിന്നപ്പോൾ വചനം പറയുന്നു, അവിടെ കിടന്ന ഒരു കല്ല് എടുത്ത് തലയണയായി വെച്ചു. സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിച്ചു, തലയണയായിട്ട് വെക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള തലകണയെ, ഏറ്റവും കട്ടി കുറഞ്ഞ തലകണയെ എനിക്കിഷ്ടം. സ്തോത്രം. അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേക്കുന്നത് എങ്ങനെ ആയിരിക്കും എന്ന് പറയാം, ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും എനിക്ക്. ഹല്ലേലൂയ. കാരണം ആ ഉറക്കം ശരിയായില്ലെങ്കിൽ എന്തില്ല, നമ്മൾക്കെല്ലാവർക്കും ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. പക്ഷേ യാക്കോബ് അതികാലത്തെ എഴുന്നേറ്റ് ആദ്യം അന്വേഷിച്ച തലയണയാ. അതെടുത്ത് എറിയാൻ വേണ്ടിയല്ല. അല്ലെങ്കിൽ ആ തലയണയുമായിട്ട് ബന്ധപ്പെട്ട്, ആ കല്ലുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം അവനെ കാണിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ തലയിണ ഇന്നലകളിൽ എൻ്റെ ഉറക്കമില്ലായ്മയാ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് കോവേണി ഇറങ്ങുവാൻ കാരണമായി തീർന്നത്. കേട്ടില്ല? സ്തോത്രം. അല്ലെങ്കിൽ ഇന്നലത്തെ എന്റെ ഉറക്കമില്ലാത്ത രാത്രിയാ, ഇന്നലെ എവിടൊക്കെയോ എന്റെ ചുറ്റും ഇരുട്ട് വ്യാപരിച്ചത് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുടങ്കാലം അടക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചതെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാനൊരു കാര്യം പറയാം. ഹല്ലേലൂയ. ഇന്നലകളിലെ അല്ലെങ്കിൽ പരിവരുത്ത തലകണകൾ അല്ലെങ്കിൽ നാളുകളിൽ സഭയുടെ തൂണുകളാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ദൈവജനം തിരിച്ചറിയട്ടെ. സ്വത്രം. ഹല്ലേലൂയ. ആ രാത്രികൾ ഓർക്കുവാൻ ആഗ്രഹിക്കാത്ത പലരുമുണ്ട്. സ്വത്രം. ഉറക്കം കെടുത്തിയ രാത്രികളെ മറക്കുവാൻ ശ്രമിക്കുമ്പോൾ യാക്കോബ് പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കൽ പോലും മറക്കരുത്. അടുത്ത 30 വർഷം കഴിഞ്ഞ് ലാബാന്റെ ഭവനത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, യാക്കോബിനെ ഓർപ്പിച്ചുണർത്തിയ പരിശുദ്ധാത്മാവ് അവൻ അനന്തരം യാക്കോബിനോട്, നീ പുറപ്പെട്ട ബഥേലിൽ ചെന്ന് പാർക്കുക. എവിടെയാണ് ഉറക്കമില്ലാതെയാക്കി തീർത്തത്? എവിടെയാണ് അർദ്ധരാത്രി കൊണ്ട് അവന്റെ ജീവിതത്തിന്റെ ഗമനങ്ങൾ അടയപ്പെട്ടത്? അതേ സ്ഥലത്തേക്ക് പോകുവാൻ ദൈവിക നിയോഗം കൊടുക്കുകയാണ്. ഇന്നലകളിൽ ഉറക്കം കെടുത്തിയ കല്ലെടുത്ത് തൂണായിട്ട് നിർത്തിയിട്ട് അവിടെ പറയുക, നിന്റെ സഹോദരനായ ഏശാവിന്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് പറയുന്ന പദമൊന്ന് ഓർക്കണമേ, നിനക്ക് ഉറക്കം കെടുത്തിയ രാത്രി എന്നല്ല പറയുന്നത്, നിനക്ക് പ്രത്യക്ഷനായ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രത്യക്ഷതകൾ എപ്പോഴാ വെളിപ്പെടുന്നതെന്ന് അറിയാമോ? നിന്റെ ജീവിതത്തിന്റെ അസ്വസ്ഥതപ്പെടുത്തുന്ന രാത്രികളിലാ. ഇന്ന് രാത്രി ദൈവജനം ഈ വർഷത്തിന്റെ അവസാന സൺഡേയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറകോട്ട് ഒന്ന് കൊണ്ടുപോകുകയാ. എത്രയോ രാത്രികൾ ഉറക്കമില്ലാതെ മറിഞ്ഞും തിരിഞ്ഞും കടന്നപ്പോൾ, ദൈവത്തിന്റെ പ്രത്യക്ഷതയാണ് അതിന്റെ പിന്നിലെന്ന് ഇന്ന് പകൽക്കാലം ദൈവജനം തിരിച്ചറിയട്ടെ. Glory to God, Jesus. ഒരു ഭാഗത്ത് യാക്കോബിന് വാഗ്ദത്തമുണ്ട്, ഭയങ്കര സന്തോഷമാ. ചേട്ടന് കിട്ടാത്തതൊക്കെ അനിയന് കിട്ടി, അല്ലേ? ചേട്ടന് കിട്ടാത്തതൊക്കെ അനിയന് കിട്ടി, അപ്പന്റെ അനുഗ്രഹം കിട്ടി, അമ്മ കൂടെ നിൽപ്പുണ്ട്. എല്ലാ കാര്യവും എന്ത് ചെയ്തു? യാക്കോബിനെ ഏറെക്കുറെയൊക്കെ എന്ത് ചെയ്തു? ഫലിക്കുകയാണ്. എല്ലാം നല്ലതായി. പക്ഷേ അവിടെ നിന്നൊരു പുറപ്പാടാണ്, അടുത്ത തലത്തിലേക്കുള്ളൊരു പുറപ്പാട്. ഈ വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്കുള്ളൊരു കാലഘട്ടത്തിന്റെ ഓട്ടത്തിൽ എന്ത് ചെയ്തു? പ്രതീക്ഷിക്കാത്തതുപോലെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആരാണ്ടൊക്കെ തൊടുന്നു, അല്ലെങ്കിൽ ഏറിയ വാഗ്ദത്തങ്ങളുമായി പട്ടണത്തിലേക്ക് വന്നിട്ട് വാഗ്ദത്തങ്ങളെ നിവർത്തീകരണം കാണുവാൻ കഴിയാതെ, അല്ലെങ്കിൽ ജീവിതത്തിൽ മരുഭൂമിയിൽ എവിടൊക്കെയോ അല്ലെങ്കിൽ പട്ടുപോയതുപോലെ, എവിടൊക്കെയോ യാത്ര മുടങ്ങിയ പോലെ, എവിടൊക്കെയോ സൂര്യൻ അസ്തമിച്ചതുപോലെ, ഇന്ന് രാത്രിയിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ പ്രത്യക്ഷതയുടെ സമയമായി, ദൈവത്തിന്റെ ഒരു എൻകൗണ്ടറിന്റെ സമയമായി, ദൈവത്തിന്റെ ഒരു ഇടപെടലിന്റെ സമയമായി, ദൈവത്തിന്റെ അപ്പം തന്ന വാഗ്ദത്തങ്ങളെക്കാൾ, അമ്മ പറഞ്ഞു തന്ന വാഗ്ദത്തങ്ങളെക്കാൾ വ്യത്യസ്തമായ ഒരു വാഗ്ദത്തത്തിന്റെ കൈമാറ്റത്തിന്റെ സമയമായെന്ന് ഇന്ന് പകൽക്കാലം നീ തിരിച്ചറിഞ്ഞാൽ, ആ കല്ല്, ആ തലയണയായി വെച്ച കല്ല്, ആ പരിവരുത്ത കല്ല് നാളുകളിൽ അത് തൂണായി മാറുവാൻ, നാളുകളിൽ അതൊരു ഓർമ്മയുടെ ഒരു ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് പകൽക്കാലം നാം ആത്മാവിൽ തിരിച്ചറിയട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മളായിരുന്നു ആ കല്ലെന്ത് ചെയ്തേനെ? ജീവിതത്തിന് കാണുമ്പോൾ ഓർമ്മ വന്നേനെ ആ രാത്രി. പക്ഷേ യാക്കോബ് എന്ത് ചെയ്തെന്നറിയാമോ? ഹല്ലേലൂയ. അവനവിടെ പറയുകയാണ്,
അല്ലെങ്കിൽ അതിന് മുമ്പ് പറഞ്ഞത് ഈ ഇടപെടലിൽ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരം നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്വതന്ത്രം. ഒന്ന് ചിന്തിക്കണേ. അപ്പനെ അനുഗ്രഹിച്ചിട്ട് അപ്പം വീട്ടിൽ ഇരിക്കുക. സ്വതന്ത്രം. അപ്പൻ അനുഗ്രഹിച്ചിട്ട് അപ്പം വീട്ടിൽ ഇരിക്കുക. അമ്മ പരിപാടിയൊക്കെ ഒപ്പിച്ചു കൊടുത്തിട്ട് അമ്മ വീട്ടിലിരിക്കുക. പക്ഷെ യാക്കോബിന് അന്ന് പറഞ്ഞത് ഹല്ലേലൂയ, അവിടെ പറയുകയാണ്, ആ മരുഭൂമിയിൽ പറയാം, ഞാൻ വാഗ്ദത്തം മാത്രമല്ല, വാഗ്ദത്തം നിവർത്തിക്കുന്നത് വരെ എന്നോടും നിന്നോടും കൂടെ ഇരിക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പറയാം, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, യഹോവ എന്നോട് കൂടെയുണ്ട്, യഹോവ എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. യഹോവ എന്നോട് കൂടെയുണ്ട്. അവിടെ പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. പ്രൈസ് ഗോഡ്. എന്നിട്ട് പറയുന്നത്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് തന്നെ നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിയാക്കും. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ട്, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിലാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. തിരിഞ്ഞു നോക്കിയേ, ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എത്രയോ വാതിലുകൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി തുറന്നു തന്നു. ആ വാതിലുകളൊക്കെ തുറക്കപ്പെട്ടത് ഹല്ലേലൂയ ഉപവസിച്ചു കൊണ്ടിരുന്നപ്പോഴായിരിക്കത്തില്ല, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴായിരിക്കത്തില്ല. വലിയ പ്രതികൂലത്തിലൂടെ, വലിയ പ്രതിസന്ധികളിലൂടെ, വലിയ തളർച്ചകളിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ നമുക്ക് വേണ്ടി സ്വർഗം തുറന്ന എത്രയോ അനുഭവങ്ങളുണ്ട്. ദൈവം പറയുക, ഹല്ലേലൂയ, ഞാൻ നിന്നോട് പോകുന്നിടത്തൊക്കെയും എന്ത് ചെയ്യും? നിന്നെ കാക്കുകയും ഭക്ഷിക്കുവാൻ ആഹാരം, ധരിക്കുവാൻ വസ്ത്രം അല്ലെങ്കിൽ എനിക്ക് തരികയും. എന്നിട്ടെന്ന് പറയുന്നു, എന്നെ 21-ാമത്തെ വാക്യം, എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. അടുത്തത് പറയുന്നു, ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ തൂണെടുത്ത് തലയിണയായിട്ട് വെച്ചതല്ല, കല്ലെടുത്ത് തലയിണയായിട്ട് വെച്ചു. പക്ഷെ ആ കല്ല് പിന്നീട് എന്താക്കി മാറ്റി? തൂണാക്കി മാറ്റി. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ പൈതലേ, അല്ലെങ്കിൽ നടത്തിയ ഒരു വിധങ്ങളും മറന്നു പോകരുത്, നടത്തിയ ഒരു കരുതലുകളും മറന്നു പോകരുത്, പരിപാലിച്ച ഒരു പരിപാലനവും മറന്നു പോകരുത്. ഇതൊന്നിനും ഹല്ലേലൂയ, എല്ലാത്തിനും അതിൻ്റെതായ അനുഭവങ്ങൾ, അതിൻ്റെതായ വില സ്വർഗം കൽപ്പിച്ചിട്ടാണ് ദൈവം നമുക്ക് എന്ത് ചെയ്തത്? ആ നന്മ തന്നത്, ആ അനുഗ്രഹം തന്നത്, ആ വിടുതൽ തന്നത്, ആ ദൈവപ്രവർത്തി തന്നത്. ഇവിടെ പറയുകയാണ്, അല്ലെ എനിക്ക് തരുന്ന സകലത്തിന് ഞാൻ എന്ത് ചെയ്യും? ദശാംശം തരുമെന്ന് പറഞ്ഞ് അല്ലെ യാക്കോബ് അവിടെ നിന്ന് പോകുക. 30 വർഷത്തിന് ശേഷം ഹല്ലേലൂയ. അടുത്ത ഒരു കല്ലൊന്ന് തൊട്ട് 31-ാം അധ്യായത്തിലോട്ടൊന്ന് വന്നാട്ടെ. 35-ന് മുമ്പ് 31-ലോട്ടൊന്ന് വന്നാട്ടെ. 31-ല് 31-ന്റെ 42-ാം വാക്യം വായിച്ചാണ്. ഇല്ല, എനിക്ക് ഇല്ലാതിരുന്നു എങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം എൻ്റെ കഷ്ടതയും എൻ്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രിയിൽ ന്യായം വിധിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണമേ. 30 വർഷത്തിന് ശേഷം യാക്കോബ് അവിടെ നിന്ന് ലാബാന്റെ ഭവനത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ, ഹല്ലേലൂയ, ശ്രദ്ധിച്ച് കേൾക്കണമേ, ആ സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, വെറുതെ അയച്ചു കളയുന്ന ഒരു സ്ഥലമാണ്. സ്വോത്രം, 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 സ്വോത്രം. യാക്കോബിന്റെ വീട്ടിലൊന്നും ലാബാന്റെ വീട്ടിലൊന്നും ഇല്ലാതിരുന്നിട്ടല്ല വെറും കൈയായിട്ട് ഇറങ്ങിപ്പോന്നത്. ലാബാന്റെ വീട്ടിൽ നിന്ന് വെറും കൈയോടെ ഇറങ്ങിപ്പോകേണ്ട സ്ഥാനത്ത്
ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ഇടപെടുവാനിടെ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, എന്നെയും നിങ്ങളെയും വെറും കൈയോടെ അയച്ചു കളയുവാൻ, അഥവാ ശൂന്യതയിൽ നിർത്തുവാൻ അല്ലെങ്കിൽ പിശാച് പലപ്പോഴും പദ്ധതിയിട്ടപ്പോൾ കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു വർഷത്തെ തിരിഞ്ഞു നോക്കിയാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, നമുക്കും പറയുവാനുണ്ട്. യാക്കോബിനെ പോലെ ഒരു വടിയുമായിട്ട് ഞാൻ ഇക്കര കടന്നു, പക്ഷെ രണ്ടു കൂട്ടമാക്കി തീർത്ത, എന്നെ വർദ്ധിപ്പിച്ച, എന്നെ അനുഗ്രഹിച്ച, എനിക്ക് വിശാലത വരുത്തിയ, എന്നെ മാനിച്ച, എന്നെ ആദരിച്ച ദൈവം. Glory to God, glory to God, glory to God, glory to God. തീർന്നില്ല. ആ വിഷയത്തിലാണ് നമുക്ക് വിടുതൽ ഇന്ന് പകൽക്കാലം എടുക്കേണ്ടത്. എപ്പോഴാണെന്നറിയാമോ? 45-ാം വാക്യത്തിൽ പറയുന്ന, അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്തു, തൂണായി നിർത്തി. കല്ലെടുത്താ പോരാ, തൂണായി നിർത്തിയിട്ട് എന്താ ചെയ്തെന്നറിയാമോ? എന്നിട്ട് എന്താ പറഞ്ഞ? ഇനി അതിന് 49-ാം വാക്യത്തിൽ, നാം തമ്മിൽ അകന്നിരിക്കുമ്പോൾ യഹോവ എനിക്കും നിനക്കും നടുവേ കാവലായിരിക്കട്ടെ എന്ന് പറഞ്ഞു. 51-ാം വാക്യത്തിൽ ലാബാൻ പിന്നെ യാക്കോബിന്, ഇതാ ഈ കൂമ്പാരം, ഇതാ എനിക്കും നിനക്കും മധ്യേ നിർത്തിയ തൂണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചിങ്ങോട്ട് നോക്കി, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാണ്. ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ. അർഹതപ്പെട്ടത് അവന്റെ കയ്യിലുണ്ടായിട്ടും, അർഹതപ്പെട്ടത് അവന്റെ കരത്തിലുണ്ടായിട്ടും അതുകൂടെ ഇല്ലാതെയാക്കി കളയുവാൻ, ഹല്ലേലൂയ, കഴിഞ്ഞ 30 വർഷം അധ്വാനിച്ചിട്ടും, ഹല്ലേലൂയ, അതൊന്നും അവന് കൊടുക്കാതിരിക്കുവാൻ നോക്കുമ്പോൾ ദൈവം അവന് വേണ്ടി ന്യായവിധി നടത്തി, ദൈവത്തിന്റെ നീതിയുടെ കരം നീട്ടി അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ അതാ ലാബാൻ എന്ത് ചെയ്യാന്നറിയാമോ? അവന്റെ ആൾക്കാരുമായിട്ട് പിറകിൽ വന്നിട്ട് ഉള്ളതിനെ ഇല്ലാതെയാക്കി കളയുവാൻ പിറകിൽ വരുന്ന ഒരു ശക്തി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എത്രയോ പ്രാവശ്യം അല്ലേ നിന്റെ വർധനവിനെതിരെ, അല്ലേ നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ ഉയർച്ചയ്ക്കെതിരെ അതിനെ പിന്തുടർന്നു വന്ന് അതിനെ അപകരിച്ചു കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ ദൈവം പറയുക, ഇന്ന് പകൽക്കാലം ഒരു തൂണ് നീ നിർത്തണം. അവിടെ പറയുക, അന്നു മുതൽ ലാബാൻ പിന്നെ അവന്റെ പിന്നാലെ വന്നില്ല. സത്രം. ഈ 2025 പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പൈതലേ, ചിലതൊക്കെ പിന്തുടരുന്ന ഹല്ലേലൂയ ചില അവകാശവാദങ്ങളുണ്ടല്ലോ. ഹല്ലേലൂയ, ഞാൻ മുഖാന്തരമാ നീ അനുഗ്രഹിക്കപ്പെട്ടത്, ഞാൻ മുഖാന്തരമാ നീ വിടുവിക്കപ്പെട്ടത്. ഹല്ലേലൂയ, നിന്റെ പിന്നാലെ കടന്നു വന്ന് പിന്തുടർന്നു വന്ന് നിന്നെ അപകരിക്കുന്ന ലാബാന്യ ശക്തികളെ, ഹല്ലേലൂയ, അതിനുവേണ്ടി നീ ഒരു കല്ലെടുത്ത് അത് തൂണായി നിർത്തുന്നു എങ്കിൽ അതൊരടയാളമായിരിക്കും. ഇന്ന് പകൽക്കാലം അത് നിന്നെ വിട്ടുമാറും. ജീസസ്. അവിടെ പറയുന്ന ഒത്തിരി കാര്യം എനിക്ക് പറയാനുണ്ട്. അവിടെ പറയുന്നേ, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവം എന്നോട് കൂടെ ഇല്ലായിരുന്നു എങ്കിൽ, എൻ്റെ അപ്പൻ്റെ ദൈവം എന്നോട് കൂടെ ഇല്ലായിരുന്നു എങ്കിൽ അവർ എന്നെ വെറും കൈയോടെ അയക്കുമായിരുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, വെറും കൈയോടെ നിന്നെ അയക്കേണ്ട സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു ന്യായം നടത്തി. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു, 2024 നിന്നെ ശൂന്യതയിൽ നിർത്തും, അല്ലെങ്കിൽ നിന്റെ ഉള്ളതിനെ അപകരിച്ച് കളയുവാൻ അവകാശം വന്ന് പിന്തുടർന്ന് അന്ധകാര വ്യാപാരങ്ങൾക്കെതിരെ ഇന്ന് പകൽക്കാലം ആ കല്ല് തൂണായി നിർത്തി, അല്ലെങ്കിൽ അതൊരു അടയാളമായി മാറട്ടെ. Glory to God, Jesus. Glory to God, hallelujah. ഇനി ഒത്തിരി കല്ലുകളെ കുറിച്ച് ഓടിച്ചു പറയുവാനുണ്ട്. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നമ്മൾ 2025 പ്രവേശിക്കുന്നതിന് മുമ്പ്